കരിയർ കാറ്റലിസ്റ്റ് പ്രോഗ്രാം തൊഴിൽ തീരം വിജ്ഞാന തൊഴിൽ പദ്ധതി സംസ്ഥാനതല ഉദ്ഘാടനം മത്സ്യബന്ധന സാംസ്കാരിക യുവജനകാര്യ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. തൊഴിൽ തീരം കരിയർ കാറ്റലിസ്റ്റ് പ്രോഗ്രാം നൈപുണ്യ പരിശീലനത്തിന് സംസ്ഥാന തലത്തിൽ പ്രൗഢഗംഭീര തുടക്കം. ബൃഹത് പദ്ധതി കുഴുപ്പുള്ളി റാംസ് കോളേജിൽ ഫിഷറീസ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. ഒരു തൊഴിൽ പദ്ധതി ആരംഭിക്കണം തീരുമാനിച്ചു. അതിന്റെ ഭാഗമായി ഡോക്ടർ ശ്രീകലയുമായി ഞാൻ സംസാരിച്ചു. നോളജ് മിഷൻ ഇത്തരത്തിലുള്ള ചില പ്രോഗ്രാമുകൾ അവർ കേരളത്തിൽ നടത്താൻ വേണ്ടി ഗവൺമെന്റ് രൂപീകരിച്ച ഒരു മിഷനാണ്. ഞങ്ങളുടെ ആവശ്യം അല്ല അഭിപ്രായം നമ്മൾ അവരോട് സംസാരിച്ചു. മത്സ്യത്തൊഴിലാളി കുടുംബത്തിലെ ഒരാൾക്ക് മത്സ്യബന്ധനമല്ലാത്ത മേഖലയിൽ ജോലി ലഭ്യമാക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ യുവാക്കളിൽ ഒരാൾക്ക് തൊഴിൽ ലഭ്യമാക്കാനുള്ള പരിശീലന പദ്ധതിയാണിത്. +2 അതിനുമേലും വിദ്യാഭ്യാസമുള്ളവരെ കണ്ടെത്തി വിദഗ്ധ പരിശീലനം നൽകി തൊഴിൽ ലഭ്യമാക്കും. തൊഴിലിനനുസരിച്ച് നമ്മുടെ നാട്ടിലുള്ളവർ വിദ്യാഭ്യാസം നേടിയോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായും ശരിയാവില്ല. ഇന്ന് ആവശ്യമുള്ള തൊഴിൽ സ്കില്ലിൽ ഒന്ന് ഭാഷയാണ്. ലോകത്ത് വന്ന ശാസ്ത്ര സാങ്കേതിക മാറ്റത്തിനനുസരിച്ച് തൊഴിൽ രംഗത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ ഭാഷാ പഠനത്തിലും മാറ്റം അത്യാവശ്യമായിട്ടുണ്ട്. ലോകത്ത് വന്നിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക മാറ്റത്തിനനുസരിച്ച് മുന്നോട്ട് പോകണം. മാറ്റങ്ങൾ നാം ഉൾക്കൊള്ളണം. സംസ്ഥാന ഫിഷറീസ് വകുപ്പിന്റെ തീരദേശ വായനശാലകളെ ലേണിംഗ് സെന്ററുകളാക്കി മാറ്റുന്ന പ്രതിഭാ തീരം പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലെ തെരഞ്ഞെടുത്ത വായനശാലകൾക്ക് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ, പ്രൊജക്ടർ ഉപകരണങ്ങളുടെ വിതരണവും മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി സ്റ്റാഫ് എന്നിവയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളിലെ ഗുണഭോക്താക്കൾക്കുള്ള ആനുകൂല്യങ്ങളുടെ വിതരണവും മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. KN ഉണ്ണികൃഷ്ണൻ MLA അധ്യക്ഷനായി. മേഖലയിൽ നിന്നുമുള്ള തൊഴിലന്വേഷകരുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പൊതുവെ നമ്മുടെ മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട ജനവിഭാഗങ്ങൾ മറ്റു ജനവിഭാഗങ്ങളെക്കാൾ അറിവ് മൂലധനമായി മാറ്റുന്ന വ്യവസ്ഥിതിയിൽ മത്സ്യത്തൊഴിലാളി സമൂഹത്തിൽ കുട്ടികളുടെ അവസ്ഥ മെച്ചപ്പെടുത്താൻ തൊഴിൽ തീരം കരിയർ കാറ്റലിസ്റ്റ് പരിപാടിക്ക് കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. പൊതുവിലും പ്രത്യേകിച്ച് സ്വകാര്യ കോർപ്പറേറ്റ് മേഖലകളിലും ഇവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട അവസരങ്ങൾ ഉയരും. നോളജ് ഇക്കോണമിഷൻ ഡയറക്ടർ PS ശ്രീകല മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KS നിബിൻ, നീതു ബിനോദ്, ബിനി രാജു, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് MB ഷൈനി, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ EK ജയൻ, വാർഡ് അംഗം ലിജി തദ്ദേവൂസ്, ഫിഷറീസ് ജോയിന്റ് ഡയറക്ടർ ആശ അഗസ്റ്റിൻ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി KS രാധാകൃഷ്ണൻ, റാംസ് കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഡ്വക്കേറ്റ് CA മജീദ്, ഫിഷറീസ് ജോയിന്റ് ഡയറക്ടർ S മഹേഷ്, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ മാജ ജോസ് P എന്നിവർ സംസാരിച്ചു.